അറബിക്കടലും അഷ്ടമുടി കായലും കെട്ടിപ്പുണരുന്നു, അടിമുടി കോരി തെറിക്കുന്നു. പാവം മത്സ്യബന്ധനത്തിന് പോയിട്ട് വരികയാണെന്ന് തോന്നുന്നു. ഒന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഓ, ഇതിപ്പോൾ എഴുതി കാണിക്കൊന്നും വേണ്ട. ഇത് ബീഡി കത്തിക്കാനൊന്നുമല്ല, എൻ്റെ ചൂണ്ട ഒന്ന് ഉരുക്കി ഒട്ടിക്കാനാണ്. പാവം ഒന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു. എന്തേടാ? ഹലോ ചങ്കര, എവിടെടാ? ഞാൻ ഇവിടെ പെരുമാത്തുറയിൽ. അവിടെ എന്തിര്? അവിടെ ഞാൻ പൊങ്കാലിടാൻ വന്നേടാ. അവിടെ ചൂണ്ടിടാൻ വന്നേടാ. കളിയാക്കാരടാ. ഞാൻ ദാ വരണം. നീ വരണ്ട, കട്ടായി. ചെറുക്കൻ്റെ കാര്യം വന്ന ഇനി എന്തരൊക്കെ കൊളാക്കി വെച്ചോ എനിക്കറിയാം. ഇനിയിപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന മീനേം കിട്ടാതിരിക്കും. വരണ്ടാന്ന് പറയുന്ന മുമ്പേ കട്ട് ചെയ്യുകയും ചെയ്തു. പിടിച്ചു എന്തരം പിടിച്ചെന്ന് തോന്നിട്ട് പറ്റിച്ചിരുന്നു. ചങ്കര ആടാ, ഇപ്പൊ വീണന. നിനക്ക് വേറെ ഒരു പണിയില്ലടാ. അളിയെ കിട്ടിയാ? മിക്കവാറും നിനക്ക് എൻ്റെ കിട്ടും. നീ എന്തിനടാ ഇങ്ങോട്ടൊന്ന്? നീ മീൻ പിടിക്കണാണോ? ആരെങ്കിലും പോയാൽ ഉടനെ വന്നോളൂ. എനിക്ക് പിന്നെ നമുക്ക് തുടങ്ങാം. ഇതി വീട്ടിൽ തിരക്കൂലടാ. നിന്ന് വീട്ടിൽ ഞാൻ കുഴപ്പമില്ല, നിൻ്റെ കൂടെ അല്ലേ വരണം. ചങ്കര ഒന്ന് നോക്കടാ ചങ്കര, ഞാൻ വിളിക്കണ നീ കേട്ടാ? എന്താടാ? എടാ ഈ മീൻ ഇഷ്ടപ്പെട്ട ആഹാരം ഏതാണ്? കുഴിമന്തി. ഒന്നും മിണ്ടാരിയടാ. എൻ്റെ സംശയമെല്ലാം ചോദിച്ചോളൂ. നീ ഇവിടുന്ന് ദേഷ്യപ്പെടണത്തിന്? പിന്നെ അല്ലാതെ മിണ്ടായിരുന്നാലേ മീൻ പിടിക്കൂ. ഇവിടെ ഇങ്ങനെയൊന്നും കിട്ടത്തില്ല സംഭവം. ഞാൻ എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. നമുക്ക് ഇറങ്ങി അരിച്ചാല. നിന്റെ വീട്ടിനടുത്തുള്ള തോടല്ല, ഇത് കായലാണ്. ഇറങ്ങി അരിക്കാൻ വീട്ടിൽ പോയാൽ അരിച്ചാൽ മതി. നീ വന്ന എരണം കേടില്ല, താണ്ടെ കുരുങ്ങി. ആ നേരെ ഇടണം. നിനക്ക് നീ ഭയങ്കര ചൂണ്ടിടണം എന്നല്ലേ പറഞ്ഞു? നേരെ ഇടാൻ കണ്ടു. അതിപ്പം തന്നെടാ ഉമ്മറത്തെ കത്തേരെ കുരുങ്ങി 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 കുരുങ്ങി. അളിയാ വലിയടാ, വലി വലി വലി. ആ ഞാൻ ഇപ്പം വലിച്ചോണ്ടിരിക്കുകയല്ല നിന്നെ വിളിച്ചതിന് വേണ്ടി. ഉണ്ടാ അവിടെ കുരുങ്ങിപ്പോടാ. കുരുങ്ങിയാ? ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യടാ. ഇവിടെ ഇട്ടിട്ട് കാര്യമില്ല, നമുക്ക് അടുത്ത സൈറ്റിൽ പോയാലോ? ഓ, നീ എന്നെ കൊല്ലം കൊണ്ടുപോകണം. അതൊക്കെ അളി അവിടെ കൊള്ളാടാ. തോണ്ടറ അവിടെ. ഓ എന്നാ വാ പാടാ. ഞാൻ നോക്കി വരണേ, മുട്ടിടിച്ച് വീഴല്. നീ നേരെ നോക്കിയോ? വേണ്ട കുത്തേ അങ്ങനെ പോണെങ്കിൽ വീഴ തല വീടും തോ. നോക്കിയോ? മീൻ കിട്ടൂടാ. ഇവിടെ ഇരി, സംസാരിക്കല്ലേ. ഉറക്കെ സംസാരിക്കുന്നുള്ള എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. അളിയാ, നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. എന്താ നീ വാർത്ത കണ്ടായിരുന്നല്ലേ? ഈ തെക്കൻ കാറ്റിന്റെ വേഗത ഉള്ളതുകൊണ്ടേ നമ്മൾ ഈ മീൻപിടുത്തക്കാർ പ്രത്യേകം സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. എടാ നമുക്കല്ലടാ, പിന്നെ മെയിനായിട്ട് കടലിൽ മീൻ പിടിക്കാൻ പോകില്ല. അവരെ കാണല്ലേ? അവർക്ക് നമുക്ക് കുഴപ്പമില്ല. നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ എന്തിട്ടാണ് നമ്മൾ ദൂരോട്ട് പോകണ്ടേ? അതാണ്. ആ കൊഞ്ച് ഞാൻ പറഞ്ഞു കോടിക്കോ. നിന്റെ അടുത്ത് കൊഞ്ചാനല്ല പണഞ്ഞത്, ആയിരിക്കണം കൊഞ്ചിഞ്ഞെടുക്കാൻ. ഞാൻ പറഞ്ഞു വലിയ കൊഞ്ചളയത്, വലിയ കൊഞ്ച്. അതിനടുത്ത് പീസാക്കണം, രണ്ടാക്കണം. ഉണ്ടാക്കണം. കൊഞ്ചാണ് ഈ മീൻ പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മീൻ പിടിക്കുന്ന. ഈ കൊഞ്ച് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കും. ചെമ്പല്ലി ഉണ്ടല്ലോ, ചെമ്പല്ലി ഒന്ന് ചാടി ഒന്ന് പിടിക്കും. പിടിക്കുമല്ലേ? പിന്നെ മോനാ, ഓ ചുമ്മാക്കാണ് ചൂണ്ടറ. എനിക്ക് പോയി, നീ പോയാണ്. വരെയൊക്കെ ഒരു അറിയാവോ? എനിക്കറിയില്ല. പൊരിച്ചു കൊണ്ടുവന്ന് മീൻ വെച്ചാൽ തിന്നെ അറിയാവോ? അതറിയാം. അതാണിയാ. എനിക്കൊരു സംശയം ഉണ്ടാ. ഇന്നാളെ എൻ്റെ മനസ്സിൽ തോന്നിയാണ്,
നമ്മുടെ തിമിംഗലം തിമിംഗലം അത് ഈ മുട്ട ഇടും അതേ പ്രസവിക്കൂടാ. തിമിംഗലം മുട്ടയിടത്തില്ല, പ്രസവിക്കുകയില്ല. പിന്നെ അതിന് സിസേറിയൻ ആയിരിക്കും. ആക്കണല്ലേ? പിന്നെ അല്ലാതെ നീ തിമിംഗലത്തെ വായിച്ചൊന്ന് എനിക്ക് നോക്കാൻ പറ്റുമോ? ചൂണ്ടയിടയില്ല, വെറുതെ വന്നിരുന്നു നോക്കും അടിച്ചു. ആ മിക്കവാറും നിന്നെ കിട്ടും കേട്ടോ ഇവിടെ നിന്ന്. എന്നെ അങ്ങനെ പറഞ്ഞ നീ? പാരമീൻ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. പക്ഷെ പിടിക്കണില്ല, നിന്നെ പോലെ തന്നെ. വീണ്ടും ഇങ്ങോട്ട് ആക്കണല്ലേ? ആക്കണം. സംഭവം ഒന്നും അങ്ങോട്ട് അടുക്കുന്നില്ലേ? നോക്കിയിട്ടൊക്കെ പോണല്ലാതെ കേട്ടോ. കൊത്തണില്ലല്ലേ? കൊത്തുന്നില്ല. ഇനി വെള്ളം കലയിൽ കിടക്കണമെന്ന് അറിയാൻ നോക്കിയാ അതിനകത്ത് കിടക്കുന്ന നോക്കിയാൽ ഈ വേസ്റ്റ് പുല്ലാ കിടക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതിനകത്ത് മീനുകളൊക്കെ വരുന്നത്? മരത്തിലിടാ മീനൊക്കെ ഇത് ചത്ത് കാണും. ചങ്കര, ഈ 5 തെങ്ങ് കോട്ട ഇവിടെ അടുത്താണോടാ? 5 തെങ്ങ് കോട്ട ഇവിടെ തൊട്ടടുത്ത് കിട. അപ്പുറത്താ? അടുത്ത്. ഇത് ആര് കെട്ടിയത്? ഇത് കെട്ടിയത് ബ്രിട്ടീഷുകാരൻ കണ്ടാണെന്ന് പറയുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരെങ്ങാണ്ടാണ് കെട്ടിയത്. എനിക്ക് സംശയം എന്തിനാണ് കെട്ടിയെന്ന് അറിയാൻ വയ്യത്. ഇത് പണ്ടൊരു വിഷയം നടത്തടാ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1721 തോന്നുന്നു. അന്ന് ഭയങ്കര വിഷയമായി. അടിയും ബഹളമൊക്കെ. ആറ്റിങ്ങൽ കലാപം കേട്ടിട്ടുണ്ട്. ആറ്റിങ്ങൽ കലാപം നടന്ന ആ സമയത്താണ് ഈ ബ്രിട്ടീഷുകാരെല്ലാം കൂടെ ഈ കോട്ടയിലെ പണി നടക്കുന്നത്. ഇവരുടെ ഉച്ചപ്പണിയും കഴിഞ്ഞിട്ട് ഇവരെല്ലാം കൂടെ അവിടെ വന്നിരുന്നു. ആറ്റിങ്ങൽ തപസ്യ തിയേറ്റർ എന്നൊരു തിയേറ്റർ ഉണ്ട്, ഇപ്പോഴും ഉണ്ട് ആ തിയേറ്റർ. അവരവിടെ സിനിമ കാണാനാണ്ട് വന്നു. സിനിമ കാണാൻ വന്നപ്പോൾ ടിക്കറ്റിനെ പറ്റി എന്തിനാ വിഷയം ഉണ്ടായി. അങ്ങനെ സായിപ്പന്മാർ ഇവിടുത്തെ മലയാളികളുടെ തമ്മിൽ ആട്ടിയും ബഹളം നിന്നാണ് അങ്ങോട്ട് ഭയങ്കര വിഷയമായില്ലായിരുന്നു. ഭയങ്കര തന്നെ. അങ്ങനെയല്ലേ ആറ്റിയ കലാപം നടക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടവും ബഹളമൊക്കെ ആയി. പിന്നെ അതിന് ശേഷമാണ് ഇവർ ഈ പിന്നെ 5 തെങ്ങ് കോട്ട കിട്ടണം, സിനിമാ കോട്ട അങ്ങനെ കെട്ടിയതാണെന്നാണ് പറയണത്. ചുമ്മാ ആവശ്യമില്ലാതായിട്ട് നമ്മളോട് നിങ്ങൾക്ക് മീൻ പിടിച്ചാൽ പോരെ? ഞാൻ പിടിച്ചു അളിയാ. ഇവിടെ കൂടി 5 തെങ്ങെന്ന് പറഞ്ഞിട്ട് ഒരുപാട് തെങ്ങുണ്ടല്ലോ അളിയാ. ആ സമയത്ത് പണ്ട് മിക്കവാറും 5 തെങ്ങായിരുന്നു ഉണ്ടായിരുന്നായിരിക്കും. ഇപ്പൊ പിന്നെ കുറെ നാളായില്ലടാ. തെങ്ങുകളൊക്കെ കൂടി കാണും. അങ്ങനെയായിരിക്കും. അങ്ങനെയല്ലേ സംഭവം? ഇന്ന് അവസാനത്ത് നീ ഇപ്പം എന്തിനാണ് എടുത്ത് കളഞ്ഞ? കൊഞ്ച്. എടാ നിന്റെ ഓരോ ചോദ്യത്തിനും നീ ഓരോ കൊഞ്ചിനെടുത്ത് കളഞ്ഞോണ്ടിരിക്കുന്നടാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ഇവിടെ ചൂണ്ടിടാൻ വന്നാൽ അത് മീനിന് തീറ്റ കൊടുക്കാൻ വന്നടാ. കടുപ്പം തണ്ടാ നിന്റെ കാര്യം. കിട്ടണില്ലേ അളിയാ? കിട്ടണില്ലേ? കിട്ടുന്നില്ല. ഞാൻ ശ്രമിച്ചു നോക്കിയാലേ? വീഴുകയും ചെയ്യല് പതുക്ക. ഇയാളിന് ശ്രമിക്കാത്ത കുറേ കൂടെ ഉള്ളു. പിടിക്കുകയൊന്നുമില്ല. നീ വശം വിടാറ്, ഞാൻ പിടിച്ചോളാം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മഞ്ഞക്കേക്കോണോ? എനിക്ക് കേൾക്കാൻ എന്തരടായി കാണിക്കണം? അങ്ങനെയാണ് ആളാ. ഞാൻ ചെയ്യാം. ഇതിനൊക്കെ ഓരോരോ വശങ്ങളുണ്ട്. നല്ല കേക്ക്. ഇത് വെച്ചേക്കാനാണോ? അല്ല തിന്നാനല്ല. വേണ്ട, ഇതിങ്ങനെ പിടിക്കണം. വേണ്ട, ഇങ്ങനെ പിടിച്ചിട്ട് വേണ്ട ഇങ്ങനെ കറങ്ങണം. ഇങ്ങനെ വേണ്ട പോയ പോക്ക് വേണ്ട. അങ്ങനെ ഉണ്ടല്ല. അപ്പുറത്ത് പോടാത്. പിന്നല്ല, നിനക്ക് ഓരോരോ വശങ്ങൾ നീ നോക്കണം. ഭയങ്കരതല്ലേ ഇത്. കേക്ക് മീൻ കൊടുക്കട്ടാ? ഈ കേക്ക് മീൻ കൊടുക്കട്ടാന്ന്? കേക്ക് മീൻ കൊടുക്കാനല്ല, എനിക്കാണ്. നമ്മളെ വില തീർന്നോട്ടാണെന്ന് അറിയാൻ വയ്യ. നമ്മുടെ കൊഞ്ചും സാധനങ്ങളെല്ലാം തീർന്നു. ഇപ്പം എന്തിനേ പറ്റും? കോഴിക്കുടലിട്ടാ പിടി മീൻ കിട്ടും. മൂണ്ട് അവിടെ കിട്ടും സാധനം കേട്ടോ. നീ കൊത്തു കുറവടേ. കൊത്തു കുറവല്ലേ? ഓ, നീ എന്താ കറങ്ങണം? കുടലെടുക്കാൻ. കുടലെടുക്കാൻ. ഓഹോ, എന്റെ കുടലെടുക്കൂടാ നീ. ഓ, ആ മോഹനം പോയിട്ട് കുറെ നേരമായില്ലേ, കാണാനും ഇല്ലല്ലേ. എവിടെ പോയി കിടക്കണമെന്നോ? പോയി നോക്കാം. എങ്ങനെയുണ്ട്? കൊത്തുണ്ടേ? എവിടെ പോണം? ഞാൻ അപ്പുറത്തേടൊക്കെ പോയി. അവിടെ ഒന്നുമില്ല, ചുമ്മാ വെറുതെ മെനക്കെട്ട്. അങ്ങ് അറ്റത്തൊക്കെ പിടിക്കുമെന്ന് പറഞ്ഞിട്ട്. ആ ഭാഗത്തൊക്കെ നല്ലതുണ്ടെന്ന് പറഞ്ഞിട്ട്. ഓ, അങ്ങോട്ട് പോയി. പിന്നെ
എൻ്റെ കൂടെ ഒരു ചെറുക്കം ഉണ്ടായിരുന്നു കേട്ടോ. ഓ, ഒരു പൊക്കം കുറഞ്ഞ ചെറുക്കൻ. പൊക്കം കുറഞ്ഞു? ആ, കണ്ടായിരുന്നു? ഇല്ല, ഞാനേം കണ്ടൊന്നുമില്ല. ഇവിടെ ഇരിക്കാൻ പറ്റില്ല, ഇത് എൻ്റെ സ്ഥലമാണ്. നിങ്ങളെ സ്ഥലമാണ്? ഓ, അപ്പുറത്ത് വീടി. നിങ്ങൾ പിന്നെ എഴുതി വെച്ചിരിക്കണം, ശ്രീധനത്തിൽ എഴുതി വെച്ചിരിക്കണം. അല്ലല്ല, എഴുതാൻ പോണേ ഉള്ളൂ. തന്നെ? ആ, എന്നാ പിന്നെ നടക്കട്ടെ. ഓ ശരി. ഓ, എന്താ കൊത്തിന്ന് തോന്നുന്നു. എണീച്ച് പോടേ. ഓ, നിന്റെ ചൂണ്ടയിൽ കടൽ തവള പിടിക്കൂടാ. ഓരോ തമാര് വരും. മോഹന 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 മോഹന. മോഹന എന്തേടാ കുടല് മേടിക്കാൻ പോയ നീ ഇവിടെ ഇരുന്ന് മോഹനാടാ. കുടല് ചോദിച്ചപ്പോ അങ്ങനെയൊക്കെ തലക്കിട്ട് അടിച്ചടാ. അയ്യോ, നോക്കട്ടെ. ഞാൻ ഉച്ചയിൽ അവിടെ അടിച്ചത്. നീരായി കേട്ടാ. നീ വല്ലതും പറഞ്ഞാണോ അങ്ങനെ? നീയല്ലേ എന്റെ കുടല് ചോദിക്കാൻ പറഞ്ഞത്? ചോദിക്കണ ഒരു മര്യാദ ഇല്ലടാ. പിന്നെ മീൻ പിടിക്കട്ടെ? പിടിക്കാം. അപ്പുറത്ത് നമ്മൾ മീൻ പിടിച്ചില്ലേ, അവിടെ തോനെ മീൻ ഉണ്ടെന്ന് പറയണ കേട്ടോ. വാ പോവാം. എന്നാ വാ, വാറ്റൂടാ. എങ്ങോട്ടും പോയല്ലേ ഇനി? ഓ പോലേ എനിക്കുന്നേ. ഉണ്ടാ വാടാ. തടവടാ. ഊഫ്, എന്റെ ചുണ്ടി വെച്ച് പിടിക്കുന്നു. നമുക്ക് പോവാളെ, ഇനി കിട്ടത്തില്ലല്ലേ. ഇവിടെ മീനുണ്ടാ? എനിക്ക് ഞടി കൊള്ളാനാ. അതൊന്നും അല്ല, നീ മിണ്ടാ. ഇവിടെ മീൻ ഉണ്ട്. ഞാൻ കുറെ മീൻ പിടിച്ചു. നീ അവിടെ പോയില്ലേ? ആ സമയം കൊണ്ട് ഞാൻ കുറെ മീൻ പിടിച്ചു. പിന്നെ ഇവിടെ കൊത്തുണ്ടാ. പൊങ്ങി പോണം. ഇതാണ് ചെമ്പല്ലി കുട്ടി. കുറെ ഉണ്ട് ചെമ്പല്ലി. കണ്ടാ, ഫ്രഷ് മീനാണ്. ഫ്രഷ് മീനാടാ. ഈ മീനാണെന്ന് പറഞ്ഞാണ്ടല്ലേ നമ്മളെ വീട്ടിൽ നമ്മൾ മേടിക്കുന്ന ചാളയില്ലേ, ചാള പോലെ ഒന്നല്ല. ചാളയൊക്കെ ഫോർമാലിനെ കിട്ടായില്ലടാ. ഇതാണ് ഫ്രഷ് മീൻ. മീൻ പൊരിച്ചത്. പിന്നെ അല്ലാതെ. ഓ, ഞാൻ വീട്ടിൽ കൊണ്ടുപോകാൻ പിടിച്ചത്. ഓ, റെഡിയാക്കി വെച്ചോ. തുറന്ന് പൊട്ടിച്ചിട്ട് പറഞ്ഞില്ലേ കുറെ മീൻ കിട്ടിയല്ലേ. എനിക്ക് കാപ്പില്ല, കൊള്ളാം. എനിക്ക് പെട്ടെന്ന് കിട്ടൂടാ. എനിക്ക് ഇട്ടു നോക്ക് ചുമ്മാ. അവസാനത്തെ ശ്രമം വാടാ, മെനക്കെട് ചുമ്മാ വെറുതെ ഇടാ. വാ കണ്ടു പോവാ. നടക്കൂല ചുമ്മാ ആവശ്യമില്ലാത്ത വേലയാണ്. കുരിങ്ങ വലി. എടാ, ഇത് മാസ്ക് അല്ലേടാ. നിന്നെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഉപയോഗം ഉണ്ടായില്ലടാ. ഈ ആൾക്കാർക്ക് വേറെ ഒരു പണിയില്ലേടാ. ഉപയോഗം കഴിഞ്ഞ് എന്തിനാണ് അത് ഈ പുഴയിലാണ് കൊണ്ടുവന്ന് ഇടുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കൊണ്ടുപോയി കത്തിച്ച് കളയാം. എന്നാ പോവാം. വീട്ടിൽ പോയിട്ട് വേണം ഇതൊക്കെ ഒന്ന് വറുത്ത് തിന്നാൻ. നിനക്കാ? എനിക്ക് ഞാനാണ് ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് പിടിച്ചത്. അപ്പം എനിക്കാണ്. നിന്റെ കൂട്ടിരുന്നല്ല ഞാൻ. നിന്റെ കൂട്ടിരുന്നെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നിന്നല്ല മീൻ മേടിച്ച് തിന്നും. പിന്നെ അല്ലാതെ പങ്കുവെക്കൊന്നും നടക്കൂലടാ. പോടാ, എന്റെ കാര്യം നോക്കി. പിന്നല്ലാതെ ഞാൻ പിടിച്ചോണ്ടെന്ന് എനിക്കല്ലേ. പങ്കുവെക്കണം തന്നെ. ഞാൻ കൂട്ടിരുന്ന വെറുതെ. മോഹന, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്. ശങ്കര, നീ മീൻ പങ്കുവെക്കണം. പിന്നെ എന്റെ കാര്യം നോക്കി. പോടാ മോഹന. നീ എടു കളിക്കാതെ. പോടാ മോഹന. എനിക്കുള്ള ഞാൻ ഒറ്റ കഷ്ടപ്പെട്ട് പിടിച്ച ഇനി എന്തിനാ ജോളിയാ? മോഹന, നമുക്ക് നമ്മളെ പഴയ ചാള എന്നടാ നല്ലത്. തന്നെടാ ചങ്കര. വെറുതെ മെനക്കെട്ട് വരെയും ചെയ്തു. എനിക്ക് ചൂണ്ട കമ്പ് ഒന്നും വേണ്ട. നീ ഒറ്റ ഒരുത്തൻ കാരണം ഉണ്ടാ. നീ ഉണ്ട്. നീ പോടാ മോഹന. നീ പോടാ ചങ്കര.